നമ്മളേനെ വല്ലവർക്കൊക്കെ ഓർമ്മയുണ്ടോ ആവോ? കുറേ ദിവസമായി വഴിക്ക് നമ്മൾ വന്നിട്ട്. അപ്പം ഞാൻ രശ്മിയാണേ. ഇതിപ്പോൾ വിഷുവിൻ്റെ തലനാളത്തെയും വിഷുവിൻ്റെ അന്നത്തെയും വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചും കൊണ്ട് ഒരു കുഞ്ഞി ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ പേര് ചോദിച്ചു എന്താ ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന്. വേറെ ഒന്നുമല്ല, വീഡിയോ ഒക്കെ എടുത്തതുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഫുള്ള് തിരക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് അറിയൂല്ല. വിഷു ദിവസത്തിൻ്റെ തലേനാൾ രാവിലെ തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ രാവിലെ മസാല ദോശയാണ് ആക്കി കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലോട് വേവിച്ചെടുത്തു. എന്നിട്ട് അതിങ്ങനെ കുത്തി ഉടക്കുകയാണ്. കുത്തി ഉടയ്ക്കാനായിട്ട് പ്രത്യേക സാമഗ്രിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ച് തന്നെ ഉടച്ചെടുത്തു കേട്ടോ. പിന്നെ പൊട്ടുകടലൊക്കെ ഇട്ടിട്ട് നല്ല കട്ട ചട്നി അരച്ചിട്ടുണ്ട്. ഇനി ദോശ നമുക്ക് ചുട്ടെടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് മസാല സെറ്റാക്കണ്ടേ. അപ്പോൾ ഉഴുന്നപ്പരിപ്പും കടുകൊക്കെ പൊട്ടിച്ച് ആ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ വലിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് നല്ലോണം വഴറ്റി പിന്നെ നമ്മൾ ആ ഉടച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ടില്ലേ അതും തട്ടിക്കൊടുത്ത് കറിവേപ്പിലയോ മല്ലിച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മസാല സെറ്റായി. പിന്നെ ദോശയുടെ ഉള്ളിക്ക് അതിങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ, അത്രയല്ലേ വേണ്ടുള്ളൂ. ഇടയിൽ ഇതുപോലെ ഉപ്പൊക്കെ ഒന്ന് പാകവും പരുവൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. ക്യാരറ്റും കൂടി ഇട്ട കാരണം കൊണ്ട് നമ്മളുടെ ആ ഒരു ഇഷ്ടൂന് കാണാനും നല്ല ഭംഗിൻ്റെ ടേസ്റ്റും ഇത്തിരി നല്ലതായിരിക്കും. ക്യാരറ്റിൻ്റെ ഒരു ഇത്തിരി മധുരം ആ കിഴങ്ങിലോട്ടൊക്കെ ഇങ്ങ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ. നാളെ ദോശയാണെന്ന് പറഞ്ഞപ്പോഴേ ആ തലേദിവസം പറഞ്ഞേൽപ്പിച്ചാണ് മസാല ഉണ്ടാക്കണേന്ന്. പക്ഷെ അവനിങ്ങനെ കൂടെ ചട്ടണിയൊന്നും ആവശ്യമില്ല കേട്ടോ. വെറും ഈ മസാല കൂട്ടിയിട്ട് തന്നെ മസാല ദോശ കഴിക്കും. പൊണ്ണുകളൊന്നും എണീറ്റിട്ടില്ല, രണ്ടാളും നല്ല ഉറക്കാം. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തലേദിവസം കിടന്നുറങ്ങാൻ നല്ലോണം വൈകുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സിനിമ യൂട്യൂബിൽ കയറിയിട്ടും ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. എന്നിട്ട് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴാണ് ചെക്കന്മാരൊന്നും കിടന്നുറങ്ങുന്നത്. അത് ഞാൻ തല്ലുവിടണം എന്നാലേ കിടക്കുള്ളൂ. രാത്രി നല്ല വൈകി ഉറങ്ങുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. പിന്നെ ഞാൻ ഓർക്കും ഇപ്പം തൽക്കാലം കുറച്ച് ദിവസം കൂടിയൊക്കെ തന്നെ അല്ലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും സ്കൂള് അത് ഇത് ഒക്കെ ആയിട്ട് കുട്ടികൾ ബിസി ആവുമല്ലോ. അപ്പോൾ പിന്നെ തൽക്കാലം അവരവരുടേതായ ഒരു ഓളത്തിലിങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നുള്ള കേട്ടോ. ഇടയിൽ ഏട്ടനെ എണീറ്റ് ഏട്ടൻ്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് മണ്ഡപത്തിലൊക്കെ പോയി വിളക്കൊക്കെ വെച്ച് അങ്ങനെ ഓടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ആദ്യം എണീറ്റു പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് കോലായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഇഷ്ടംപോലെ നേരമല്ലേ, ഫ്രീ ടൈം അല്ലേ. അപ്പോൾ നമ്മൾ ടിഫിനൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം ചെക്കന്മാർക്ക്. ഒരു ഇങ്ങനെ TV കണ്ടിരിക്കണം. അപ്പം അങ്ങനെ ടിഫിൻ കഴിക്കലും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അടുത്ത ദിവസം വിഷു ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു വിഷു ഷൂട്ട് വേണമല്ലോ. ഇൻസ്റ്റയുള്ള കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി കൊളാബൊക്കെ വരാറുണ്ട് ഷൂട്ടുകൾക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ വിഷു ഷൂട്ട്, ഓണം ഷൂട്ട്. അപ്പോൾ നമ്മൾ പുറപ്പെട്ട് പോയാൽ മതി, നമുക്ക് വേറെ എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. പുറപ്പെടണമെന്നില്ല, അതിനും ബ്യൂട്ടീഷ്യൻ വരും കേട്ടോ. പക്ഷെ ഞാനതൊന്നും എടുത്തില്ല. എനിക്ക് എന്താ അതിനൊന്നും ഒരു മൂഡ് തോന്നിയില്ല. മാത്രമല്ല എൻ്റെ ഇടത് കൈൻ്റെ മേലെയായിട്ട് മൈലാഞ്ചിട്ട കണക്ക് നല്ലൊരു പൊള്ളലും ഉണ്ടായി. എല്ലാം കൂടെയായിട്ട് എനിക്ക് ഒന്നിനും താല്പര്യം ഉണ്ടായില്ല. അപ്പം എൻ്റെ ആദ്യം പറഞ്ഞു എന്നാലൊരു ഷൂട്ട് എടുത്തല്ലേ, മോശമല്ലേ അമ്മ, ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമുണ്ട്, പിന്നെ വീഡിയോഗ്രാഫറായിട്ട് ഞാൻ ഉണ്ട്, അമ്മ ഒരു സെറ്റ് സാരി എടുത്തങ്ങ് പോകുന്നേ പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ അമാന്തിച്ചിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ അങ്ങോട്ട് ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനൊക്കെ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഷൂട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ്. തന്നെ കാണാത്ത. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞങ്ങൾ ഒരു വിഷു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരും കേട്ടോ തറവാട്ടിൽ നിന്ന്. എടാ ഊഞ്ഞാല് നല്ല ഊഞ്ഞാല്, സെറ്റ് സാരി കൊടുത്തല്ലേ ഊഞ്ഞാല് കണ്ട് നമ്മൾ ആടി. അതും കൂടി വീഡിയോ ആക്കി പകർത്തെടുക്കണമല്ലോ. അപ്പം അതും കൂടെ അങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണി ഊഞ്ഞാലിരുന്നിട്ടും കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതും കൂടി അതിലിടാറുണ്ടപ്പോൾ തള്ളയെ മതി, തള്ളയുടെ കൊണ്ടിച്ചില്ല ഇങ്ങോട്ട് പോര്, ആവശ്യത്തിനപ്പുറം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വലിച്ചാത്തിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇത്രയൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചരിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കെട്ടിയോ മുതുക്കനും ഉണ്ട്, എൻ്റെ കുട്ടികളും ഉണ്ട്. എല്ലാവരും കൂടെ ഷട്ടിൽ ബാറ്റ് കളിക്കുകയാണ്. അച്ചൂസ് മീഷോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. 2 സെറ്റ് ഷട്ടിൽ ബാറ്റ് ഉണ്ട്. ഏട്ടന്ന് ഉച്ചയാകുമ്പോൾ ഒരു കിണർ പണിക്ക് പോയാണ് കേട്ടോ. അപ്പോൾ വണ്ടി മറത്ത് നിർത്തിയിട്ട് മേലെപ്പാത്ത് ആരെ കണ്ടപ്പോൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. മേലെ നിറച്ച് ചേറും ചളിയൊക്കെയാണ്. കിണറ്റിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും മണ്ണ് കോരിയിട്ടാണോന്നൊന്നും അറിയാൻ പാടില്ല, നല്ലോണം മുഷിങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നിങ്ങൾ വരികയോ വന്ന് കുളിക്കായോ എന്നാൽ വേഗം ചായ ചേരാം, ഞങ്ങൾ വരിക അവിടെ നിന്ന് വർത്താനം പറയുകയാണെങ്കിൽ 2 റൗണ്ടും കൂടി കളിക്കട്ടെ ഒക്കെ പറഞ്ഞപ്പോൾ അവിടേക്ക്
ചായയൊക്കെ പിന്നെ ഇക്കും കളിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഏട്ടനും കൂടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ നല്ല പഴുത്ത മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ ഒരു മാങ്ങയും തിന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ കൂടെ ഒരു റൗണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നു കേട്ടോ. പഴുത്ത മാങ്ങ കണ്ടപ്പോൾ തൽക്കാലം ഞാനൊന്ന് ബ്രേക്ക് എടുത്ത് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു പഴുത്ത മാങ്ങ കുറേശ്ശെ കഴിക്കുന്നുണ്ട്. ഇവിടെ അച്ചൂസിനൊന്നും നല്ലോണം പഴുത്ത മാങ്ങയായാലും ചക്കയായാലും ഒന്നും ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ ചെനച്ചതേ പറ്റുള്ളൂ, അളുകൾ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതാ നല്ല പഴുത്ത മാങ്ങ വെള്ളമൂവാണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൂവാണ്ട തിന്നപ്പോഴാണ് ഞാൻ ഓർത്തെ നമ്മുടെ നാലോർത്ത് കൂടെയൊക്കെ പുളിമാങ്ങ ഇല്ലേ, ഉറിഞ്ചി മാങ്ങയുണ്ട്. അപ്പം അത് കുറച്ച് പെറുക്കി കൊണ്ടുവന്നിട്ടേ നമ്മൾ ഈ കണി വയ്ക്കുന്ന വെള്ളരിയൊക്കെ കൂട്ടി നല്ല പഴുത്ത മാങ്ങ കറി ഉണ്ടാക്കായിരുന്നു. മധുരമുള്ള എനിക്കത് ചോറിന് ഒഴിച്ച് കഴിക്കണേക്കാളും ഇഷ്ടമാണ്. വെറുതെ പാത്രത്തിൽ പാർന്ന് ഇങ്ങനെ കോരി കുടിക്കാനായിട്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ദിവസം വെള്ളരി മാങ്ങിക്കിട്ട് നല്ല പഴുത്ത മാങ്ങ കറി ഉണ്ടാക്കണം. അപ്പോൾ നമുക്കത് ഷോർട്സ് ആക്കിയിട്ട് ഇടാം. ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാവുമല്ലോ ഈ മാങ്ങ കൊണ്ടുള്ള കൂട്ടാനൊക്കെ ആക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കണ്ടേ. അതാ അമ്മയ്ക്ക് വയ്ക്കില്ല. ഞാൻ നല്ല പോലെ കളിച്ചടാ എൻ്റെ കൂടെ. എല്ലാം പോലെ കളിക്കാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ കാലമായില്ലേ ഷട്ടിൽ ബാറ്റുമൊക്കെ തൊട്ടിട്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആദ്യം കുറേ ഫ്ലോപ്പായിരുന്നു. പിന്നെ കളി ആവേശം കൂടിയപ്പോൾ ഒക്കെ അങ്ങ് ശരിയായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഞാൻ എൻ്റെ ആ ഒരു വലിയ മാങ്ങേനെ മുഴുവനാക്കി അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കളിച്ചപ്പോഴത്തേക്കും ഞാൻ കുഴങ്ങി. മാത്രമല്ല നമുക്ക് അടുക്കളയിൽ കുറച്ചധികം പണിയുണ്ട്. നാളെ വിഷുവാണ്. അപ്പോൾ നമ്മൾ തലേദിവസം അടയൊക്കെ ആക്കണം, പിറ്റേ ദിവസം കണി വയ്ക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട്. അവിടെ ഇത്തിരി നേരത്തെ ആവേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കളി അവസാനിപ്പിച്ച് ഷട്ടിൽ ബാറ്റ് കൈമാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ചൂസും ആദ്യം ഏട്ടനും കൂടി നല്ലൊരു നേരം ഇരുന്ന് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വേഗം അടുക്കളയിൽ പോയി തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ അടയൊക്കെ ആക്കാനുള്ള മാവൊക്കെ കുഴച്ച് നമ്മുടെ പൊടിയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വെക്കും കൂടെ ചെയ്തു കേട്ടോ. ഇവരുടെ ആ ഒരു കളി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക്. കാരണം ബിറ്റ മേലേക്ക് ആത്തിക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് അടയുടെ പണി ഏകദേശം ആക്കാമല്ലോ. വൈകുന്നേരം പിന്നെ നമുക്ക് പടക്കം പൊട്ടിക്കലും തിരക്കൊക്കെ ആവൂലേ. അപ്പം ഞാൻ മേലെഴുകാനൊന്നും നിന്നിട്ടില്ല. പണി ഒരുങ്ങിയിട്ടാണ് മേലെഴുകാച്ചു. പാടയൊക്കെ പരത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു നിറമായിരിക്കും എൻ്റെ അടയ്ക്ക്. അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കി വെക്കണേ, അപ്പോഴേ ഞാൻ പറഞ്ഞു തരുള്ളൂ. കണ്ടില്ലേ, ശർക്കരയുടെ കളറാണ് എൻ്റെ അടയ്ക്ക് ഉണ്ടാവുക. മൊത്തത്തിൽ അതിൻ്റെ മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ വിഷുവടയൊക്കെ പരത്തി അല്ല മടക്കി അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേക ഐറ്റംസ് ആണല്ലേ വിഷുവിന് ഉണ്ടാവുക. ചില സ്ഥലത്ത് എന്താ വിഷുക്കട്ടയാത്ര, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ അത് കഴിച്ച ഒത്തിരി പേര് പറഞ്ഞു അടിപൊളി സംഭവമാണ്, നമുക്ക് ഒരു തവണ ആവുന്നു ഉണ്ടാക്കി വെക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ പെരിന്തമണ്ണയിലൊക്കെ വിഷു ആയി കഴിഞ്ഞാൽ തലേനാൾ നമ്മൾ ഉണ്ണിയപ്പം ഇറച്ചി ഉണ്ടാക്കുക, അത് വെച്ച് കൊടുക്കുകയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ കണി വയ്ക്കുക ഉണ്ണിയപ്പമാണേ. ആ ഉണ്ണിയപ്പം അന്തിയോളം കഴിക്കാനുള്ളത് അത്രയും അമ്മ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇവിടെ. പക്ഷെ അങ്ങനെയല്ല, തലേനാൾ ഇങ്ങനെ അട ഉണ്ടാക്കും, പിറ്റേ ദിവസം നമ്മളത് കണി വയ്ക്കും കഴിക്കും. പിന്നെ വിഷുക്കഞ്ഞി ഉണ്ടാക്കും, നല്ല വെള്ളപ്പയറൊക്കെ ഇട്ടിട്ടുള്ള വിഷുക്കഞ്ഞിയും ചക്കപ്പുഴുക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേകതയായിരിക്കും എന്ന് പറയാം. അപ്പം നമ്മുടെ അട ചൂടലും അതുപോലെ മേലെഴുകലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടേ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കാണാനില്ല. അപ്പോൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഷോക്കായി നിന്നെയാണ്. അപ്പം തന്നെ പിന്നെ സിറ്റ് പൊക്കി നമുക്ക് പറഞ്ഞ ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ നെഹദീന് നല്ല അൽഫാം റൈസ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. പിന്നെ പടക്കവും പൂത്തിരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതൊന്നും ഒരുപാട് കത്തിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. അതൊക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊരു ലൈവ് ചെയ്ത് ചെറിയൊരു പണി എനിക്ക് കിട്ടിയാണ്. അക്കാരണെ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്ന് പറയുക. അപ്പോൾ അതാ ഏട്ടൻ കൊണ്ടുവന്ന അൽഫാം റൈസ് സാധനങ്ങളെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കൂടെ നമ്മൾ വേവിച്ച ചടയില്ലേ അതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. 2-3-4 അട ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ പതിവ് ശീലമാണല്ലോ. അപ്പോൾ ഒരു ചുട്ടട ഞാനും ഏട്ടനും കൂടെ കഴിച്ചു കേട്ടോ. 2 ചുട്ടട അച്ചൂസും ആദ്യം അകത്താക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെ വിഷുവിന് എന്ത് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുകയെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയേക്കണേ. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സംഭവങ്ങളല്ലേ നമ്മൾ വിഷുവിന് ഉണ്ടാക്കുക. ചിലർ വിഷുവിന് സദ്യ ഉണ്ടാക്കും അല്ലേ. ഞങ്ങളുടെ ഇവിടെ അതുപോലെ വിഷുവിന് സ്രാവൊക്കെ വറക്കും. ഞാൻ പക്ഷേ കഴിഞ്ഞ 2-3 തവണ വിഷുവിനും സ്രാവൊന്നും വറുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോ കൊല്ലവും വിഷു വരുമ്പോൾ ഓർക്കും അടുത്ത വർഷം വിഷു ആകുമ്പോഴത്തേക്കും
ഏകദേശം നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, എല്ലാം ശരിയാവുമായിരിക്കും എന്നുള്ളത്. പക്ഷെ വിഷു വരും പോകുന്നല്ലാണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം അങ്ങ് അതേമാതിരി നടന്നോണമെന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് വിഷു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു ദിവസമാണല്ലേ. നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെല്ലാം നിറവേറണം എന്നും പുതിയ പുതിയ നല്ല കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ. അപ്പം അതുപോലെ എല്ലാവരുടെ ലൈഫിലും നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കുറേയേറെ നല്ല കാര്യങ്ങൾ നിറവേറട്ടെ, കൂടെ ഞങ്ങളുടെയും നടക്കട്ടെ അല്ലേ. അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വിഷുവിനെയും ഞാനും എൻ്റെ കുടുംബവും നല്ല രീതിയിൽ വരവേറ്റിട്ട് ഉള്ളത് കേട്ടോ. ഈ പ്രാവശ്യം ഇത്തിരി സ്പെഷ്യലായിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട അൽഫാമും റൈസും ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പം ഞങ്ങൾ അതെല്ലാം വയർ നിറച്ച് കഴിച്ചതിന് ശേഷമാണ് പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കാനും പൊട്ടിക്കാനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടക്കം പൂത്തിരി ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒന്നും എനിക്കത് നല്ല പേടിയാണ്, പിന്നെ എനിക്ക് എന്താ അറിയില്ല, അതിനോട് വലിയ കമ്പമില്ല. ആരെങ്കിലുമൊക്കെ പൊട്ടിക്കുന്ന വീട്ടിൽ നിന്ന് കാണുക, അത്രയേ ഉള്ളൂ. പൂതിക്കും കൊതിക്കും ഒരു പൂത്തിരി പാക്കറ്റോ നല്ല ചക്കറോ അങ്ങനെ എന്തെങ്കിലും 1-2 മേടിച്ചാൽ മതി. അധികം പൈസയ്ക്ക് മേടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അച്ചൂസ് വിളിച്ച് പറയണ കേട്ടായിരുന്നു, അച്ഛൻ എന്തായാലും കുറച്ച് അധികം സാധനം കൊണ്ടുവരണേ, എനിക്ക് നല്ല ഇഷ്ടമാണ് പടക്കവും പൂത്തിരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ കൊണ്ടുപോയില്ലാന്ന് തന്നെ കരുതിയത്. എന്താ വെച്ചാൽ ചെക്കന് വയ്യാത്തല്ലേ, കഫക്കെട്ടാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് ഈ വക ഐറ്റംസ് ഒന്നും മേടിക്കരുത്, വയ്യായൊക്കെ മാറിയിട്ട് വേണേ പൂതിക്ക് ഇത്തിരി മേടിച്ചു കൊടുത്തോ എന്നുള്ളത്. അപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് അച്ഛനെ കാത്തിരുന്നിരുന്നത്. മാസ്ക് വെച്ചാലും ശരി പൂത്തിരിയും പടക്കവും കത്തിക്കണം എന്നുള്ളത്. വിഷു അല്ലേ, അത് നിർബന്ധമാണല്ലോ കുട്ടികൾക്ക്. ഒരു ഉച്ചരിക്കും 3-4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചില്ലേ, ആ ഒരു സമയം തൊട്ട് തന്നെ 4 പുറത്തുനിന്ന് പടക്കവും പൂത്തിരിയും കത്തിക്കുന്ന ശബ്ദത്തിൻ്റെ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പടക്കം 4 പുറയാണ് പൊട്ടണമെങ്കിലും നെഞ്ചിൻ്റെ ഉള്ളിൽ പടപടച്ചിരുന്നത് ഇവിടെ അച്ചൂസിൻ്റെ ആദ്യമാണ് കേട്ടോ. അപ്പം ഞാൻ പടക്കവും പൂത്തിരിയും കത്തിക്കുന്ന ഭാഗങ്ങളൊന്നും അധികം ഉൾക്കൊള്ളിക്കണില്ല. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല നമ്മുടെ ചാനലിൻ്റെ കാര്യത്തിൽ. അതൊക്കെ ഇത്തിരി പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അച്ഛയും മക്കളും കൂടെ ഏകദേശം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടിച്ച് തീർത്തു. ബാക്കി കുറച്ചുള്ളത് നമ്മൾ രാവിലെയാണ് പൊട്ടിച്ചത്. ഇടയിൽ എൻ്റെ അച്ചൂട്ടിനൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. മാസ്ക് കഴിച്ചിട്ട് പൂത്തിരി ഇത്തിരി ഒന്ന് കത്തിച്ചവൻ. അപ്പം എൻ്റെ നിന്ന് ചീത്ത കിട്ടും, അവൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും കരഞ്ഞു, സങ്കടമായി, നല്ല ശ്വാസം മുട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ പോക്കെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് അധികമാവുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു. അപ്പോൾ ഓന് പഴിച്ചു. പിന്നെ ഒരു നേരമായിട്ടൊക്കെ കിടന്നപ്പോഴത്തേക്കും രാവിലെ നമ്മുടെ കണ്ണൻ വന്ന് കണി കാണിക്കാനും അതുപോലെ തന്നെ നേരം വൈകിട്ടുണ്ട്. അപ്പം നമ്മളൊരു 5-5:30 എണീറ്റ് കണിയൊക്കെ കണ്ടു. പണിയൊക്കെ വീട്ടിലത്തെ എല്ലാം ഒരുങ്ങിയപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കണിയായിട്ട് ഇതാ ഈ കണ്ണൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷുക്കണിയൊക്കെ കണ്ട് നമ്മൾ കൈനീട്ടൊക്കെ തട്ടിൽ വെച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തറവാട്ടിലേക്കാണ് ഇറങ്ങിട്ടോ. നമ്മൾ ഈ വിഷു അധികം തറവാട്ടിലാണ് ആഘോഷിക്കുക, എല്ലാവരും കൂടെ. രമേശൻ്റെ ഏട്ടന്മാരും ഭാര്യമാരും മക്കളും എല്ലാവരും കൂടെ. അപ്പം നമ്മൾ അതിന് വേണ്ടി തറവാട്ടിലോട്ട് അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ വിഷുവിന് നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കും അതുപോലെ വെള്ളപ്പയറൊക്കെ ഇട്ടിട്ടുള്ള വിഷുക്കഞ്ഞിയാണ്, കൂടെ പപ്പടം കാച്ചിയതും. ആദ്യം ഏട്ടന്മാർ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷുക്കഞ്ഞിട്ടൊക്കെ തന്നായിരുന്നേ. അത് കഴിഞ്ഞ് വിഷുക്കഞ്ഞിയും കുടിച്ച് വിഷു ആഘോഷിച്ചു.